നഷ്ടപ്പെട്ട ഐഫോൺ 4 ദിവസത്തിനു ശേഷം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് തിരുവമ്പാടി സ്വദേശി ആകാശ്. കുളത്തിൽ കുളിക്കാനിറങ്ങിയ മുക്കം സ്വദേശികളായ 4 ചെറുപ്പക്കാർക്കാണ് അപ്രതീക്ഷിതമായി മൊബൈൽ കളഞ്ഞു കിട്ടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഉടമയെ കണ്ടെത്തുകയും തിരികെ ഏൽപ്പിക്കുകയും ചെയ്തത്. സുഹൃത്തിനെ അടിവാരത്ത് കൊണ്ടുവിടാൻ പോകുന്നതിനിടെയാണ് താൻ ആശിച്ചു വാങ്ങിയ ഫോൺ ആകാശിന് നഷ്ടമായത്. പല സ്ഥലങ്ങളിലും സാധനം അന്വേഷിച്ചു, പോയയിടത്തെല്ലാം തിരഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഫോണിലേക്ക് വിളിക്കുമ്പോൾ റിങ്ങുള്ളതിനാൽ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഫോൺ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുന്നതിനിടെയാണ് 4 ദിവസത്തിനിപ്പുറം നഷ്ടപ്പെട്ട സ്വത്ത് തിരികെ ലഭിച്ചു എന്നറിയുന്നത്. മുക്കം കുറ്റിപ്പാല സ്വദേശികളായ ഫൈസലും റംഷാദും സുബൈറുമാണ് ആകാശിന്റെ സന്തോഷത്തിന് കാരണമായത്. സ്ഥിരം പോവാറുള്ള പുല്ലൂരാമ്പാറപ്പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഈ സംഘം. ഇതിനിടയിലാണ് ഫൈസലിന് വെള്ളത്തിനടിയിൽ നിന്നും 80,000 രൂപ വില വരുന്ന ഐഫോൺ 14 കയ്യിൽ കിട്ടിയത്. വെറുതെ മണലിങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തോ സാധനം നമ്മുടെ കയ്യിൽ തടഞ്ഞു. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോണാണ്. അങ്ങനെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ചാർജ് ചെയ്തു. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചാർജ് ചെയ്തു. അതിൽ സിം എടുത്ത് അതിൽ സിമ്മിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ആളെ കിട്ടി, വിളിച്ചു. കടയിൽ നിന്ന് പോയതാണോ ഇനി ഓടിക്കാൻ നേരത്തെ ഇങ്ങനെ ഫോൺ ചാടിപ്പോയതാണോ അറിയില്ല. എന്നിട്ട് ലാസ്റ്റ് ആ കറയും ഫുള്ള് തപ്പിയിട്ട് ഒന്നും കിട്ടുന്നില്ല. 3-4 ദിവസം ഫോൺ റിംഗിങ്ങും ആണ്, ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ആവുന്നില്ല. ഇന്നലെ ഞാൻ സിം കാർഡ് മാറ്റി കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. എന്നിട്ട് ശരിക്കും വളരെ താങ്ക്സ്, നന്ദി. ഫോൺ ക്ലീൻ ചെയ്ത് സിം എടുത്ത് നടത്തിയ പരിശോധനയിലാണ് നഷ്ടപ്പെട്ട ഫോൺ തിരുവമ്പാടി പൊന്നാങ്കയം സ്വദേശി ആകാശിൻ്റെതാണെന്ന് മനസ്സിലായത്. ഉടനടി പോലീസിൽ വിവരമറിയിക്കുകയും സാധനം കൈമാറുകയുമായിരുന്നു. യുവാക്കളുടെ മാതൃകാ പ്രവൃത്തിയെ മുക്കം പോലീസ് അഭിനന്ദിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.